ഇനി കുറച്ച് കരിവേപ്പില ഇതേപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പം നമ്മളെ ബീഫ് ഉപ്പേരി റെഡിയായി. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോണേ. അപ്പോൾ എല്ലാവർക്കും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇനി ബീഫ് കൊണ്ട് ഞാനൊരു അടിപൊളി വെറൈറ്റി സംഭവം ഉണ്ടാക്കുന്നുണ്ട്, ഒരു ബീഫ് ഉപ്പേരി. അപ്പോൾ പെരുന്നാളിന് എല്ലാവരും ഇത് വീട്ടിലിരുന്ന് ഉണ്ടാക്കി കഴിച്ചോളി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ബീഫിനെ ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ വീട്ടിൽ നിന്ന് നല്ലോണം കഴുകി കൊണ്ടുവന്നാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കഴുകാം. അപ്പോൾ അതേപോലെ കുനുകുനായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ബീഫിനെ. ഇതാ കണ്ടോ? അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിനെ ഇനി നമുക്ക് എന്താ ചേർക്കണ്ടേ? നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ചേർക്കണ്ടേ? അപ്പോൾ നമുക്ക് മസാല ചേർക്കാം കേട്ടോ. മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അത് ചേർത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക, അതിലേക്ക് ഇട്ടെടുക്കുക. പിന്നെ നമ്മളിത് തേങ്ങാക്കൊത്താണേ, ഈ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കി പാകത്തിന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ പിഴിയണം. ഈ ചെറുനാരങ്ങേൻ്റെ കുരുകളൊക്കെ ഇതിലേക്ക് ചാടിയുണ്ട്. നമുക്ക് നൈസായിട്ട് ഇങ്ങനെ എടുത്തെടുക്കാം, എടുത്ത് മാറ്റാം. നമുക്കിത് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചിങ്ങോട്ട് ഈ മസാലയൊക്കെ ഈ ബീഫിക്ക് ഇങ്ങോട്ട് ചേർക്കണത് വരെ എനിക്ക് കുഴയ്ക്കുക. ഒരു ലേശം വെളിച്ചെണ്ണ ഇതിൽ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്നും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുനുകുനായി അരിഞ്ഞ ഈ ബീഫിലേക്ക് നമ്മൾ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറേ സമയം വയ്ക്കൊന്നും വേണമെന്നില്ല. നമുക്കിപ്പോൾ തന്നെ അത് ഇനി ഇത് കുക്കറിലിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തുണ്ട്. നമുക്ക് ഇനി ഇത് അടുപ്പത്ത് വെച്ചെടുക്കാം കേട്ടോ. ഉടുമ്പന്നെ എടാ, അത് ഫസ്റ്റ് വിസിലും കൂടി വന്നില്ല. നമ്മൾ ചീരുട്ടിയല്ലേ, അത് ഫസ്റ്റ് വിസിൽ വരട്ടെ. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് എടുക്കാണ്ട്. നമുക്ക് അപ്പാപ്പ് ഉണ്ടാക്കണ്ടേ? ആ പെപ്പ് 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 ഒരു ഉമ്മന്നെ, കുഞ്ഞുമയച്ചൊരുമ്മന്നെ. നീ തപ്പടി തപ്പടി. അപ്പോൾ അത് 5-6 വിസിലായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. കുക്കറിലുള്ള ബീഫ് അവിടെ കിടന്ന് ചൂടാറട്ടെ. അപ്പോഴേക്ക് നമുക്ക് അതിക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതിനുള്ള ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞാൽ മതി. പിന്നെ അരിയും ചീന്തൊന്നും ചെയ്യാത്ത വെളുത്തുള്ളി ഇതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളകും അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ വാട്ടാം. ഒരു പകുതി വേവ് വരെ വാട്ടിയാൽ മതി. നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഇതാ ചീരുള്ളിയാണേ. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞതാണ്. ഇത് അതേപോലെ അരിയുക. ഇങ്ങനെ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് എക്സേ കളക്ഷൻസ് കീശേരിയാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഗിഫ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ ഈ ഉള്ളി ഒക്കെ ഏകദേശം നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ പൊടികൾ ചേർക്കണം. ഇതെല്ലാം കൂടി വറുത്തൊരു പൊടിയാണ്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. ഈ എല്ലാ പൊടികളും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ചട്ടിയിലിട്ട് വറുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികൾ നമ്മളിതിലിട്ട് കൂടുതൽ നേരമൊന്നും വാട്ടണ്ട കേട്ടോ. നമുക്ക് ഇനി ഇതിക്ക് നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം കേട്ടോ. ഉഷാറായിട്ടുണ്ടല്ലോ. നമുക്ക് ഇതിക്ക് ഇട്ട് കൊടുക്കാം.
നമുക്കിതൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയി വരണം. അപ്പം ഇനി നല്ലോണം കത്തിച്ച് നമുക്ക് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പം നല്ലോണം തിളയ്ക്കുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. തിളക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാലയൊക്കെ ഇങ്ങോട്ട് നല്ലോണം സെറ്റായി ഇതിങ്ങോട്ട് വെള്ളമൊക്കെ വറ്റി ഇങ്ങോട്ട് വരട്ടെ. അതാ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ഇത് വേണ്ടത്. ഇനി നമുക്കിത് വാങ്ങിക്കാം. ഇനി കുറച്ച് കരിവേപ്പില ഇതേപോലെ ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പം നമ്മളെ ബീഫ് ഉപ്പേരി റെഡിയായി. അപ്പം ഇനി ചപ്പാത്തിക്കാണ് ഞാൻ ഈ ബീഫ് ഉപ്പേരി കഴിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓർക്ക് കൊടുക്കാം. പിടിക്ക് പാത്രം പിടിക്ക്. എല്ലാവരും അകലം പാലിച്ചിങ്ങനെ നിന്നോളിട്ടോ. ഇനി കഴിച്ചോളി. കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയാം. യെസ്. ഷെയറായോ? താങ്ക് യു. ബീഫ് ഉപ്പേരി പെരുന്നാളിന് ഇനിയിപ്പോൾ ആർക്കും പുറത്തിറങ്ങാനൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വീട്ടിലൊക്കെ ഇരുന്നിങ്ങനെ പെരുന്നാളിന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ചേപ്പേൻ്റെ രുചി വരുന്നുണ്ടോ? ചെറുതായിട്ടല്ലേ? അതെന്താ വെച്ചാൽ അതിൽ ചീരുള്ളിയാണല്ലോ നമ്മൾ കൂടുതൽ ചേർത്ത്. ചേപ്പയിൽ ഇതിൽ ചീരുള്ളി ചേർത്തിട്ടുണ്ട്. നമ്മളെ മീഡിയന്റെ പേരെന്നെ ചീരുള്ളി മീഡിയ അല്ലേ? ഇപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറയാട്ടോ. പത്തിരി നല്ല നൈസ് പത്തിരി അല്ലെങ്കിൽ തേങ്ങ നെയ്ച്ചോറ്. എന്നായിക്കോട്ടെ, പെരുന്നാളിന് നെയ്ച്ചോറ് ഉണ്ടായിക്കോളി. ഇപ്പൊ എനിക്ക് സമയം ഇല്ലാത്തോണ്ടാണ് ഞാൻ ചപ്പാത്തിയിൽ ഒതുക്കിയത്. പത്തിരിക്ക് കുറച്ച് പണിയാണല്ലോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്കിലാണ് എല്ലാവരും കാണുന്നത് വെച്ചാൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി.